നമസ്കാരം. സനാതനധർമ്മത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് മകരസംക്രാന്തി. വർഷത്തിലെ ആദ്യത്തെ ഉത്സവം കൂടിയാണിത്. സൂര്യന്റെ മകരരാശിയിലേക്കുള്ള സംക്രമമാണെന്നാണ് ഈ ദിവസം സൂചിപ്പിക്കുന്നത്. മകരസംക്രാന്തി മുതൽ പകൽ ദൈർഘ്യം കൂടുന്നു. ഈ ദിവസം സൂര്യനെ ആരാധിക്കുന്ന ഒരു ആചാരമുണ്ട്. മകരസംക്രാന്തി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ജ്യോതിഷപ്രകാരം സൂര്യൻ ധനുരാശിയിൽ നിന്ന് മാറി മകരത്തിൽ പ്രവേശിക്കുമ്പോൾ മകരസംക്രാന്തി ആഘോഷിക്കുന്നു. എന്നാൽ ഈ വർഷത്തെ മകരസംക്രാന്തി ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ഗുജറാത്തിലെ വിപണികൾ. സംസ്ഥാനത്തുടനീളം വിവിധ തരം പട്ടങ്ങളാണ് ഈ സമയത്ത് വിപണിയിൽ വിറ്റഴിക്കപ്പെട്ടത്. പട്ടം പറത്തൽ ഗുജറാത്തികളുടെ ആഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ്. എന്നാൽ ഇത്തവണ ഗുജറാത്തിലെ വിപണികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ജനപ്രിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുമുള്ള പട്ടങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. പട്ടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സുചേതോ അഭിയാൻ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എന്നിങ്ങനെ എഴുതിയ മനോഹരവും വർണ്ണാഭവുമായ പട്ടങ്ങളാണ് സംസ്ഥാനത്തുടനീളമുള്ള വിപണികളിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്നത്. ആളുകൾ കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും പട്ടം പറത്തി ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. ഒരു കടയിൽ നിന്ന് മാത്രം 50,000-ത്തിലധികം മോദിയുടെ പട്ടങ്ങളാണ് വിറ്റുപോയത്. കട ഉടമകൾ പറയുന്ന കണക്കുകളാണിത്. ആളുകൾ അധികവും മോദിയുടെ പട്ടങ്ങൾ തേടിയെത്തുന്നവരാണ്. എന്നാൽ കെജ്രിവാളിന്റെ ചിത്രമുള്ള പട്ടങ്ങൾക്ക് ആവശ്യക്കാർ കുറവാണെന്നും അവർ പറയുന്നു. നീണ്ട 13 വർഷക്കാലം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ ജനപ്രീതി കൂടുതൽ വർദ്ധിക്കുന്നുവെന്നും ഇതാണ് ഉത്സവ വിപണികളിലും പ്രതിഫലിപ്പിക്കുന്നത്. ഗുജറാത്ത് സർക്കാർ ഇതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം പട്ടം ആകാശത്ത് ഉയരത്തിൽ പറക്കാൻ കഴിയുന്നതിൽ ഇത് ദൈവത്തോടുള്ള നന്ദിയുടെ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം ആളുകൾ പലപ്പോഴും കറുത്ത വസ്ത്രം ധരിക്കുന്നു. ഇതിന് ശാസ്ത്രീയവും മതപരവുമായ ഗുണങ്ങളുണ്ട്. മകരസംക്രാന്തി സമയത്ത് സൂര്യൻ വടക്ക് അർദ്ധഗോളത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. കറുത്ത നിറത്തിലുള്ള തുണി ധരിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള എല്ലാ നല്ല ഊർജവും പിടിച്ചെടുക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം ആളുകൾ പുതുതായി വിളവെടുത്ത ഭക്ഷ്യധാന്യങ്ങൾ കഴിക്കുന്നു. അവ ആദ്യം ദൈവത്തിന് സമർപ്പിക്കുകയും പിന്നീട് കഴിക്കുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്തുമൈ TV.